ഏഷ്യയിലെ ഏറ്റവും പഴയ ഫുട്ബോൾ ടൂർണമെൻറ്റായ ഡ്യൂറൻഡ് കപ്പ് ജൂലൈ 27 മുതൽ ആരംഭിക്കുകയാണ്. ISLലെ മുഴുവൻ ടീമുകളും 2 ഐ ലീഗ് ടീമുകളും 5 ആർമഡ് ഫോഴ്സ് ടീമുകളും 2 ഫോറിൻ ടീമുകളും ഉൾപ്പെടെ 24 ടീമുകളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. 4 ടീമുകൾ വീതം 6 ഗ്രൂപ്പുകളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് സിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥാനം. ബ്ലാസ്റ്റേഴ്സിനൊപ്പം മുംബൈ സിറ്റി FC, പഞ്ചാബ് FC, CSF പ്രൊട്ടക്ടേഴ്സ് എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. CSF ഒഴികെ ബാക്കി ടീമുകളെല്ലാം കരുത്തന്മാരായതിനാൽ ഒരു സമനില പോലും അടുത്ത റൗണ്ടിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായേക്കാം. ഓഗസ്റ്റ് 1 രാത്രി 7 മണിക്ക് മുംബൈക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം. തുടർന്ന് ഓഗസ്റ്റ് 4 4 മണിക്ക് പഞ്ചാബിനെതിരെയും ഓഗസ്റ്റ് 10 7 മണിക്ക് CSFനെതിരെയുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ. സോണി സ്പോർട്സ് നെറ്റ്വർക്കിനാണ് മത്സരത്തിൻ്റെ സംപ്രക്ഷേപണാവകാശം കിട്ടിയിരിക്കുന്നത്. സോണി ലൈവിലൂടെ ലൈവ് സ്ട്രീമിംഗും ഉണ്ടായിരിക്കും. സോണി 10 സോണി 10 HD ചാനലുകളിലൂടെ TV-യിൽ മത്സരം കാണാൻ കഴിയും. ടൂർണമെൻറ്റ് ചാമ്പ്യന്മാർക്ക് 60 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2ാം സ്ഥാനക്കാർക്ക് 30 ലക്ഷവും. ഇപ്പോൾ തായ്ലൻഡിൽ പരിശീലനം തുടരുന്ന ബ്ലാസ്റ്റേഴ്സ് പരിശീലനത്തിന് ശേഷം ഡ്യൂറൻഡ് കപ്പ് പോരാട്ടത്തിനായി കൊൽക്കത്തയിലേക്ക് പറക്കും. ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ മൈക്കൽ സ്റ്റാറയുടെ ആദ്യ ടൂർണമെൻ്റ് ആയിരിക്കും ഡ്യൂറൻഡ് കപ്പ്. സ്റ്റാറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ കിരീടം നേടും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.